ഞാനിവിടുത്തെ കൗൺസിലറാണ്. നമ്മൾ ഒരു മാസമായിട്ട് ഇവിടെ ഒരു പണിക്ക് പോകാൻ വരെ കുഞ്ഞുങ്ങളെ ഒരു രാവിലെ പുറത്തിറക്കാൻ വരെ പറ്റാത്ത ഒരു ഭയങ്കര ഭീതിജനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഇന്ന് രാവിലെ ഈ ചേച്ചി ജസ്റ്റ് ഒന്ന് മിസ്സായതാണ്. ഇല്ലെങ്കിൽ കടുവ ഈ ചേച്ചിനെയും പിന്നെ അതിഭീകരമായിട്ട് തന്നെ ആക്രമിച്ചാണ്. ഇന്നലെ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട അജീഷിനെ ആന നമ്മുടെ സ്വന്തം വീട്ടിൽ കയറി വന്നിട്ട് അജീഷിനെ പിന്നെ ആന കൊന്നിരുന്നതാണ്. അപ്പൊ അത്രയും ഭീകരമായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. സർക്കാർ ഇന്നിപ്പോ 4 ഫോറസ്റ്റുകാർ ഇപ്പൊ വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഒരു വടിയോ ഒന്നുമില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഡിപ്പാർട്ട്മെന്റ് അവർക്ക് ഒരു ആയുധങ്ങളോ ഒന്നും കൊടുക്കാതെ അവരുടെ ജീവനെ തന്നെ ഭീഷണിയായിട്ട് അവർ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഈ കടുവ എപ്പോ ആക്രമിക്കും എങ്ങനെയൊന്നും ആർക്കും ഒന്നും അറിയാതെ ഈ ജനങ്ങളെല്ലാം പേടിച്ച് തന്നെയാണ് ഈ റോട്ടിൽ നിൽക്കുന്നത്. ഉള്ളത് വനം എന്ന് പറയുന്നത് അവിടെയാണ്. കുന്നാണെങ്കിലും ആ ഭാഗത്താണ്. കടുവ എതിർദിശയിലേക്കാണ് പോയിട്ടുള്ളത്. ഇപ്പൊ ജനവാസ കേന്ദ്രത്തിൽ കടുവയുണ്ട്. കടുവ ഇപ്പൊ ജനവാസ കേന്ദ്രത്തിന് നടുക്ക് തന്നെ കടുവയുണ്ട്. ഇപ്പൊ നിലവിലുള്ള അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്ന നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു 15 ആടുകളെയും കടുവ ആക്രമിച്ച് നിങ്ങളെല്ലാം ഇത് ചെയ്തതാണ്. ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ പടമല, കുറുക്കൻമൂല, പയ്യമ്പള്ളി പ്രദേശത്ത് വളരെയധികം കാട്ടുമൃഗങ്ങളെ കൊണ്ട് വളരെ ശല്യം ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു ഫെൻസിങ് തുടങ്ങിയിട്ടുണ്ട്. 2016 തുടങ്ങിയ ഫെൻസിങ് ഇതുവരെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞപ്പോൾ വനംവകുപ്പിന് അപ്പൊ തന്നെ വിവരങ്ങൾ അറിയിച്ചു. വനംവകുപ്പ് വന്നത് 4 ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട്. ഒരു ആയുധങ്ങൾ ഒരു വടി വരെ അവര് നമ്മളെ ഒന്നും പറയുന്നില്ല. കാരണം അവർക്ക് ഒരു വടി വരെ അവരുടെ കയ്യിൽ അവർ കയറി പോയിട്ടുണ്ട് മുകളിലോട്ട് ഇതിന് കടുവയെന്ന് തെരഞ്ഞു. എന്തായാലും ഇവിടുത്തെ ജനപ്രതിനിധിയാണ്. ഇത് നഗരസഭാ കൗൺസിലറാണെന്നാ പറഞ്ഞല്ലേ? എന്താ മാനന്തവാടി നഗരസഭയിലെ മാനന്തവാടി നഗരസഭയുടെ ഡിവിഷനാണ്. പേര് ഷിബു കെ ജോർജ്. ഈ മാനന്തവാടിയിലെ ഈ വാർഡിന്റെ കൗൺസിലറാണ് ഇപ്പോൾ സംസാരിച്ചത്. ഷിബു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്തായാലും അദ്ദേഹം ഈ ജനങ്ങളുടെ ആശങ്ക അതുപോലെ തന്നെ പങ്കുവെക്കുകയാണ്. ജനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ കടുവ ഒരു ജനവാസ മേഖലയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ അജീഷിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പരിസരമൊക്കെ നമ്മൾ കണ്ടതാണ്. അടുത്തടുത്ത വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ കടുവ കയറിപ്പോയതും ആ മേഖലയിൽ തന്നെയാണ് കയറിപ്പോയത്, കാട്ടിലേക്കല്ല എന്നാണോ പറയുന്നത്? തീർച്ചയായും ഈ പ്രദേശത്ത് തന്നെ കടുവയുണ്ട് എന്ന ഭീതി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണുന്ന പോലെ തന്നെ ഒരു വലിയ ജനസാഗരം താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ജനസാന്ദ്രത ഏറിയ ഒരു പ്രദേശമാണ്. ഇവിടെ ഒരിക്കലും കാടല്ല, കാടിനോട് ചേർന്നൊരു പ്രദേശമാണെങ്കിൽ പോലും നിരവധി പേർ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറി കാട്ടാൻ ഒരു മനുഷ്യനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അത് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അതേ സ്ഥലത്ത് അവിടെ നിന്നൊരു 100 മീറ്റർ മാത്രം അകലെ കടുവ എത്തി. ഈ കടുവ ഇപ്പോഴും കാട് കയറിയിട്ടില്ല. നേരത്തെയുള്ള കാട്ടിലാണ്, വനമേഖലയിലാണ് ഉള്ളത്, ഉൾക്കാടിലല്ല. അതിനുവേണ്ടിയുള്ള തെരച്ചിലും എവിടെയും എത്തിയിട്ടില്ല. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5ാം ദിവസവും കടുവ കാട്ടാനയെ പിടികൂടാനായിട്ടില്ല. ആ തെരച്ചിൽ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് നേരത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ അജി കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്ന് ഒരു 100 മീറ്റർ അകലെ വീണ്ടും കടുവ എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തെ കൗൺസിലർ അടക്കം ആളുകളെല്ലാവരും വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. വനംവകുപ്പിനെ യഥാസമയം തന്നെ വിവരങ്ങൾ അറിയിച്ചിരുന്നു എന്നും, എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെറും 4 പേർ ആയുധങ്ങളൊന്നുമില്ലാതെ ഇവിടെ എത്തുക മാത്രമാണ് ചെയ്തത് എന്നും, ഇപ്പോൾ ഈ പ്രദേശത്ത് ജനവാസ കേന്ദ്രത്തിൽ കടുവയുണ്ട്, അതിനെ സുരക്ഷിതമായി അതിൽ നിന്ന് ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സുരക്ഷ നൽകാൻ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നും ഇപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടാ, ഈ കടുവയെ കണ്ട് വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. ചേട്ടാ ഉണ്ട്. നല്ല കുറച്ചു മുമ്പാണ് ഇതുവഴി ഇവിടെ നിന്ന് വരുന്ന ആ ചേച്ചിയുടെ മുമ്പ് തലനാരിക്കാണ് ആ ചേച്ചി രക്ഷപ്പെട്ടത്.